ആവേശകരമായ മത്സരത്തിൽ ന്യൂസിലാൻഡിനെ തകർത്തുകൊണ്ട് ടീം ഇന്ത്യ ആദ്യ ഏകദിനത്തിൽ വിജയം നേടിയിരിക്കുകയാണ്. ജയപരാജയങ്ങൾ അവസാന നിമിഷം മാറിമറിഞ്ഞ മത്സരത്തിൽ കിവീസിന്റെ 301 റൺസ് വിജയലക്ഷ്യം ടീം ഇന്ത്യ അവസാന ഓവറിലാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് 300 റൺസായിരുന്നു നേടിയിരുന്നത്. കോൺവേയുടെയും നിക്കോൾസിന്റെയും ഹാഫ് സെഞ്ചുറികളുടെ കാര്യത്തിൽ മികച്ച തുടക്കമായിരുന്നു ന്യൂസിലാൻഡിന് ലഭിച്ചത്. ഹർഷിത് റാണയുടെ ഡബിൾ ബ്രേക്ക് ത്രൂവിന് ശേഷം പതിവ് പോലെ ഡാരിൽ മിച്ചൽ ഇന്ത്യക്കെതിരെ വീണ്ടും ഉജ്ജ്വല ഫോമിൽ തന്നെയാണ് ഇന്നും ബാറ്റ് വീശിയത്. 84 റൺസ് നേടിയ മിച്ചലിന്റെ കരുത്തിലും അവസാന ഓവറുകളിൽ തകർത്തടിച്ച ക്ലാർക്കിന്റെ ബാറ്റിംഗ് മികവിലും 301 റൺസിന്റെ വിജയലക്ഷ്യമാണ് ന്യൂസിലാൻഡ് ഇന്ത്യക്ക് മേൽ ഉയർത്തിയത്. മറുപടി ബാറ്റിംഗിൽ പതിവ് ശൈലിയിൽ രോഹിത് ശർമ്മ മികച്ച തുടക്കം തന്നെയാണ് ടീം ഇന്ത്യക്ക് വേണ്ടി നൽകിയത്. ഗില്ലിനെ ഒരു സൈഡിൽ കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ട് അനായാസം റൺസ് കണ്ടെത്താനായി രോഹിത് ശർമ്മ ശ്രമിച്ചുവെങ്കിലും 26 റൺസിൽ അദ്ദേഹത്തിന്റെ പോരാട്ടം അവസാനിക്കുകയായിരുന്നു. ശേഷം ക്രീസിലെത്തിയ വിരാട് കോഹ്ലി തന്റെ ക്ലാസ് എന്താണെന്ന് ഇന്നത്തെ മത്സരത്തിലും കാഴ്ചവെക്കുക തന്നെയായിരുന്നു. ആദ്യം ശുഭ്മാൻ ഗില്ലിനൊപ്പവും ശേഷം ശ്രേയസ് അയ്യർക്കൊപ്പവും തന്റെ മാസ്റ്റർ ക്ലാസ് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച വിരാട് കോഹ്ലി അർഹിച്ച സെഞ്ചുറിക്ക് 7 റൺസ് അകലെയാണ് മടങ്ങിയത്. കോഹ്ലി മടങ്ങിയതിനു ശേഷം തീർച്ചയായും ടീം ഇന്ത്യ ഒരു തകർച്ചയെ തന്നെയാണ് നേരിട്ടത്. തൊട്ടു പിന്നാലെ ജഡേജയും ശേഷം ശ്രേയസ് അയ്യരും മടങ്ങിയതോടുകൂടി ന്യൂസിലാൻഡ് ശക്തമായി തന്നെ മത്സരത്തിലേക്ക് തിരികെ വരികയായിരുന്നു. ഒരു ക്യാമിയോ റോളിൽ നിന്ന് ബാറ്റിംഗിനായെത്തിയ ഹർഷിത് റാണ 23 പന്തിൽ 29 റൺസ് നേടി വീണ്ടും ഇന്ത്യക്ക് വിജയപ്രതീക്ഷകൾ സമ്മാനിച്ചിരുന്നു. അവസാന ഓവറുകളിൽ രാഹുലിനും വാഷിംഗ്ടൺ സുന്ദറിനും മേൽ ന്യൂസിലാൻഡ് കനത്ത സമ്മർദ്ദം നൽകിയെങ്കിലും ഒടുവിൽ അർഹിച്ച വിജയത്തിലേക്ക് ടീം ഇന്ത്യ എത്തുകയായിരുന്നു. ജയത്തോടുകൂടി 3 മത്സര ഏകദിന പരമ്പരയിൽ 1-0 ടീം ഇന്ത്യ മുന്നിലെത്തിയിരിക്കുകയാണ്.